പലസ്തീൻ ഐക്യദാർഢ്യ മൈം തടഞ്ഞ അധ്യാപകരെ ന്യായീകരിച്ച് ഭരണാനുകൂല സംഘടന. കലോത്സവ മാനുവൽ പാലിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മൈം തടഞ്ഞതെന്നാണ് AKSTUവിന്റെ ന്യായീകരണം. സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ ഇടപെടൽ ഉണ്ടായെങ്കിൽ പരിശോധിക്കണമെന്നും AKSTU വ്യക്തമാക്കി. മൈം തടഞ്ഞ അധ്യാപകരിൽ AKSTU അംഗം ഉൾപ്പെട്ടത് വിവാദമായിരുന്നു. പ്രതികരണം കാണാം. ഈ വിഷയവുമായി ചേർന്ന് കാസർഗോഡ് കുമ്പള സ്കൂളിൽ നടന്ന യുവജനോത്സവം, സ്കൂൾ കലോത്സവത്തിൽ ഈ തീം അവതരിപ്പിക്കപ്പെട്ടപ്പോഴുണ്ടായ പ്രശ്നം, അത് യഥാർത്ഥത്തിൽ ഈ തീമിനോടോ പലസ്തീൻ വിരുദ്ധ നിലപാടോ സ്വീകരിച്ചതാണ് എന്ന് തോന്നുന്നില്ല. കാരണം അവിടെ കലോത്സവവുമായി ബന്ധപ്പെട്ട് കലോത്സവത്തിലെ മൈം അവതരിപ്പിക്കുന്നതിനുള്ള സമയം, അതിൽ പങ്കെടുക്കാവുന്ന ആളുകളുടെ എണ്ണം, കലോത്സവ മാനുവൽ എന്നിവ പാലിക്കുവാനും സ്കൂളിന്റെ പൊതുവായ അച്ചടക്കം നിലനിർത്തുന്നതിനും വേണ്ടി അധ്യാപകർ ഇടപെട്ടതാണ് എന്നാണ് അന്വേഷണത്തിൽ നിന്നും മനസ്സിലായിട്ടുള്ളത്. മറ്റേതെങ്കിലും തരത്തിൽ ഇടപെടലുകളോ അല്ലെങ്കിൽ സ്പർദ്ധയുണ്ടാക്കുന്നതിനുള്ള സമീപനങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണം എന്ന് തന്നെയാണ് സംഘടനയുടെ അഭിപ്രായം. ഗോപാൽ ശീലാസനൽ നൽകും വിശദാംശങ്ങൾ. ഗോപാൽ, ഇത് രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ടല്ല, മറ്റ് ചില ചട്ടങ്ങൾ കൊണ്ടാണെന്നാണ് AKSTU അംഗം പറയുന്നത്. പക്ഷെ അത്തരം ഒരു ചട്ടങ്ങളെ കുറിച്ചും ഈ DDയുടെ റിപ്പോർട്ടിൽ പറയുന്നില്ലല്ലോ, അല്ലേ? ഉണ്ടെങ്കിൽ അത് പറയണം. പിന്നെ മറ്റൊന്ന്, ഇങ്ങനെ ചട്ടവിരുദ്ധമായി എന്തെങ്കിലും ആ കലാപ്രകടനത്തിൽ ഉണ്ടെങ്കിൽ അത് ഇടയിൽ വെച്ച് തടസ്സപ്പെടുത്തുന്ന ഒരു രീതി കലോത്സവങ്ങളിൽ ഒന്നുമില്ല. അത്തരമൊരു രീതിയെ ഇല്ലാത്തപ്പോൾ അതിനെ എങ്ങനെയാണ് പിന്നെ ന്യായീകരിക്കുന്നത് വിദ്യാർത്ഥി സംഘടന, അധ്യാപക സംഘടന? പറയൂ ഗോപാൽ. റോഷിനി, ഇതിൽ ഈ AKSTUവിന്റെ നിലപാട് ഇപ്പോൾ വ്യക്തമാക്കാനുള്ള കാരണം, ഈ തടഞ്ഞതിൽ, ഈ കുട്ടികളുടെ പരിപാടി അവിടെ നിർത്തിച്ചതിൽ ഒരു AKSTU അംഗമായിട്ടുള്ള അധ്യാപകൻ കൂടിയുണ്ട്, സുപ്രീത് കുമാർ എന്ന അധ്യാപകൻ കൂടിയുണ്ട് എന്ന തരത്തിലേക്കുള്ള വിവരം പുറത്തു വന്നതോടുകൂടിയാണ് AKSTU തങ്ങളുടെ നിലപാട് വിശദീകരിച്ചിരിക്കുന്നത്. കാരണം ഭരണാനുകൂല സംഘടന എന്ന നിലയ്ക്ക് പലതവണ AKSTU അടക്കമുള്ള ഇടത് സംഘടനകൾ പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ വിശദീകരണത്തിലും അവർ പറയുന്നത് ഒരു ഘട്ടത്തിലും പലസ്തീൻ വിരുദ്ധ നിലപാടെടുക്കുന്ന സംഘടനയല്ല AKSTU. അതിൻ്റെ ഭാഗമായിട്ടല്ല, അതായത് പലസ്തീനോടുള്ള വിരോധത്തിൻ്റെ ഭാഗമായിട്ടല്ല ഇത്തരത്തിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഈ പരിപാടി നിർത്തിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായത്. പകരം ഇത് കലോത്സവ മാനുവലിന് വിരുദ്ധമായിട്ടാണ് പരിപാടി നടക്കുന്നത് എന്നത് മനസ്സിലായിട്ട് അതിൻ്റെ അച്ചടക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇടപെട്ടത് എന്നാണ് സംഘടനയുടെ അന്വേഷണത്തിന് മനസ്സിലായത് എന്ന് സംഘടനയുടെ ബന്ധപ്പെട്ട സംസ്ഥാന ഭാരവാഹികൾ പറയുന്നു. അതായത് അതിൽ പങ്കെടുക്കേണ്ട കുട്ടികളുടെ എണ്ണം, അത് 10 കുട്ടികൾ, 6 കുട്ടികൾ പങ്കെടുക്കേണ്ട ഇടത്ത് 10 കുട്ടികൾ പങ്കെടുത്തുവെന്നും ആ കുട്ടികളുടെ എണ്ണം പ്രശ്നമാണ് എന്നും അതിനോടൊപ്പം തന്നെ ഈ മത്സരത്തിന്റെ സമയത്തിനനുസരിച്ച് മത്സരം അവസാനിപ്പിച്ചില്ല എന്നതൊരു കാരണമായി പറയുന്നു. അതുകൂടാതെ മൊത്തത്തിലുള്ള അച്ചടക്കത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന അധ്യാപകനായിരുന്നു ഈ AKSTU അംഗമായിട്ടുള്ള അധ്യാപകൻ. അതിന്റെ ഭാഗമായി കൂടിയാണ് അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെട്ടത്. അല്ലാതെ പലസ്തീനോടുള്ള വിരോധത്തിന്റെ ഭാഗമായിട്ടോ രാഷ്ട്രീയ നിലപാടിലെ എതിർപ്പ് മൂലമോ ഒന്നുമല്ല അത്തരത്തിലേക്കൊരു തടയൽ ഉണ്ടായത്, അല്ലെങ്കിൽ ഈ പരിപാടി നിർത്തിക്കുന്ന തരത്തിലേക്ക് പോയതെന്ന് അദ്ദേഹം പറയുന്നു. അല്ല, ഇത്തരത്തിലൊരു പലസ്തീൻ വിരുദ്ധ നിലപാട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണമെന്ന ആവശ്യം കൂടി സംഘടന ഔദ്യോഗികമായി അറിയിക്കുന്നുണ്ട്. ഓക്കെ, അധ്യാപകൻ പറഞ്ഞതിൽ ഒരു വാചകം, ഇത് അച്ചടക്കത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് എന്നുള്ളതാണ്. കുട്ടികൾ ഏറ്റവും സമകാലികമായ, ലോകം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രീയ വിഷയം ത്രെഡായി എടുത്തുകൊണ്ട് ഒരു കലാപ്രകടനം നടത്തുന്നത് എങ്ങനെയാണ് അച്ചടക്കം ലംഘിക്കുന്ന ഒരു കാര്യമാകുന്നത് എന്നുള്ളത് കൂടി ഒരു ചോദ്യമാണ്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ അത്തരം ആളുകൾ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. നമ്മുടെ യൂട്യൂബിൽ തന്നെ ചിലർ പറയുന്നുണ്ട് സ്കൂളുകളിൽ ഇത്തരം പരിപാടികളുടെ ആവശ്യമില്ല എന്ന് പറയുന്നവരുണ്ട്. മറ്റു ചിലർ പറയുന്നുണ്ട് പലസ്തീനിലെ കുട്ടികളെ കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ പിന്നെ സമകാലികമായി എന്ത് വിഷയമാണ് എടുക്കാനുള്ളത് എന്നും ചിലർ കമന്റുകളായി അറിയിക്കുന്നു.